ബിജെപി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ഈ വർഷത്തെ സമ്പൂർണ്ണ യോഗം കറന്തക്കാട്ടെ ആസ്ഥാന മന്ദിരമായ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മന്ദിരത്തിൽ നടന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാവും രാജ്യസഭാ എംപിയുമായ സദാനന്ദൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ MLA-മാരെ സൃഷ്ടിക്കാനുള്ള കരുത്ത് ഇന്ന് BJP ആർജിച്ചു കഴിഞ്ഞുവെന്ന് രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. BJPയുടെ സമ്പൂർണ്ണ കാസർഗോഡ് ജില്ലാ സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് ജില്ലാ ആസ്ഥാനമായ കറന്തക്കാട്ടെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മന്ദിരത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയെ അകറ്റി നിർത്താൻ പല മണ്ഡലങ്ങളിലും ഇടത് വലതു മുന്നണികൾ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുന്നു. കേരളത്തിലെ വികസന മുരടിപ്പും സാമ്പത്തിക പ്രതിസന്ധിയും മാറണമെങ്കിൽ BJP അധികാരത്തിലെത്തണമെന്ന് ഉന്നത സർക്കാർ തസ്തികകളിൽ നിന്നും വിരമിച്ചവർ മുതൽ സർവ്വസാധാരണക്കാർ വരെ വിശ്വസിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത 2047 വികസിത ഭാരതം സാധ്യമാക്കാനായി ഓരോ പ്രവർത്തകരും സജീവമാകണമെന്നും സദാനന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. 2 കോടി ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 39 ലക്ഷം പേര് താമര ചിഹ്നത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഖ്യകക്ഷിയുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്തു. 20% ഏകദേശം. ഈ 39 ലക്ഷം വോട്ടിനെ അസംബ്ലി സീറ്റായിട്ടൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കിയാലോ. നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം ആനുപാതിക പ്രാതിനിധ്യ നിയമം അനുസരിച്ച് ചിട്ടപ്പെടുത്തി എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ കിട്ടുന്ന വോട്ടിന് ആനുപാതികമായി നമുക്ക് സീറ്റുകൾ തരുന്നു എന്ന് വിചാരിക്കുക. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി അധ്യക്ഷയായി. സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ, ദേശീയ കൌൺസിൽ അംഗം M സഞ്ജീവ ഷെട്ടി, സംസ്ഥാന സമിതി അംഗങ്ങളായ V രവീന്ദ്രൻ, രവീശ തന്ത്രിക്കുണ്ടാർ, സവിത ടീച്ചർ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, രാമപ്പ മഞ്ചേശ്വരം, A വേലായുധൻ, മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, ജനറൽ സെക്രട്ടറി സുദാമ ഗോസാഡ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PR സുനിൽ, N ബാബുരാജ്, മനുലാൽ മേലത്ത്, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ കോവൽ ദാമോദരൻ, രൂപവാണി R ഭട്ട്, ശിവകൃഷ്ണ ഭട്ട്, അഡ്വക്കേറ്റ് B രവീന്ദ്രൻ, M ഹരിചന്ദ്ര എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലയുടെ ചികിത്സാ രംഗത്തെ പിന്നാക്കാവസ്ഥ പരിഹരിക്കണമെന്ന് യോഗം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതുകൂടാതെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുകയും കർഷകരുടെ ദുരിതം അകറ്റുകയും ചെയ്യുക, തകർന്നു കിടക്കുന്ന കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാത ഉടൻ ഗതാഗത യോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങളും യോഗം പ്രമേയമായി മുന്നോട്ട് വെച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.